ഓണം എന്ന വാക്കിൽ തന്നെ ആദർശ മാനവികത ഉണ്ട്, സഹിഷ്ണുതയുണ്ട്, സമഭാവനയുണ്ട്, സാഹോദര്യത്വമുണ്ട്. ഐതിഹ്യത്തിനും വിശ്വാസത്തിനും ഒക്കെ അപ്പുറത്തായി ഓണം ഒരു മതേതര സ്വഭാവമുള്ള ആഘോഷമാണ്. നാളിതുവരെ കേരളീയർ ഓണം ആഘോഷിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കടവല്ലൂരിൽ ഒരു മുസ്ലിം സ്കൂളിൽ ഒരു അധ്യാപിക PTA മെമ്പേഴ്സിനോടാണെന്ന് തോന്നുന്നു, അതോ വിദ്യാർത്ഥികളോടോ, ഓണം ഹൈന്ദവ ആചാരമായതിനാലും ഹൈന്ദവ സമുദായത്തിൻ്റെ ആഘോഷമായതിനാലും അത് ഇന്ന സർട്ടൻ ഗൈഡ് ലൈൻസ്, ചില മാർഗരേഖകൾ കൊടുത്ത് അത് ഇതുപോലെയൊക്കെ ആഘോഷിച്ചാൽ മതി എന്ന് ചില നിർദ്ദേശങ്ങൾ വാട്സപ്പ് വഴി ശബ്ദ സന്ദേശം അയച്ചത് ഇപ്പോൾ പൊതുസമക്ഷം ചർച്ചയ്ക്ക് വന്നു. ശരിക്കും അതൊരു വളരെ ഷോക്കിംഗ് ആയി, ഒരു അപ്പാളിംഗ് റിയാലിറ്റിയാണ്. കാരണം ഇപ്പോൾ അത് നടന്നു പോകുന്ന സംഗതിയാണ്. നമ്മളത് എത്ര കണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും ഈ 2-3 പതിറ്റാണ്ടുകളായിട്ട് ഇപ്പോൾ കേരളത്തിൽ അത്തരം ചിന്താ രീതികൾ ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത സത്യം തന്നെയാണ്. ഈ 90-ൻ്റെ അവസാനത്തോടുകൂടി, 90-ൻ്റെ ആദ്യത്തോടു കൂടി തന്നെ ഈ മതമൂല്യങ്ങൾ ഓരോരോ സമുദായത്തിൻ്റെയും മതമൂല്യങ്ങൾ പുതുതലമുറയിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനുള്ള, പ്രദാനം ചെയ്യാനുള്ള അവരവരുടേതായ ഓരോ സമുദായത്തിൻ്റെ വിദ്യാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു തലമുറ CBSEയുടെ ഒരു എഫിലിയേഷൻ വാങ്ങുകയും അതിലൂടെ മതമൂല്യങ്ങൾ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് വിഷയങ്ങളിലൊപ്പം തന്നെ. ഇത്തരം വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ NOC കിട്ടിയതിന് ശേഷമാണ് എഫിലിയേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴ്പ്പെട്ടു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് റെക്കഗ്നീഷൻ കൊടുക്കുന്നത് എങ്കിൽ കൂടി പിന്നീട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരോ അസിസ്റ്റൻറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാരോ അവിടേക്ക് ഒരു സന്ദർശനമൊന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിചാരം അതൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഈ അടുത്ത കാലത്തൊക്കെ കോടതി ഇൻ്റർവെൻഷൻ മൂലമാണ് അവിടെ അധ്യാപകർക്ക് കുറച്ച് ഭേദപ്പെട്ട ശമ്പളം കൊടുക്കുന്നത്. അതും വലിയ അവിടെയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട്. ചെക്ക് ഒപ്പിടിപ്പിക്കൽ നടക്കില്ല എന്ന് അറിയുമ്പോൾ ATMൽ കൊണ്ട് ഇട്ടിട്ട് അവിടുന്ന് വാങ്ങി ടീച്ചർമാരുടെ അടുത്ത് കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചെറുപ്പം കുട്ടികൾ സംഭവിക്കില്ലായിരിക്കാം, പക്ഷെ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കാം. അപ്പോൾ അവർ സ്വതന്ത്ര റിപ്പബ്ലിക്കാണെന്നാണ് അവരുടെ ധാരണ. അതാത് മതങ്ങളുടെ മൂല്യങ്ങളും അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഒരു അധ്യാപികയാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ടല്ല, ഒരു പ്രൈവറ്റ് ഫേമിലല്ലല്ലോ, ഒരു അധ്യാപികയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഭരണഘടന എന്താണെന്ന് ഒരു അധ്യാപികയ്ക്ക് അറിയേണ്ടതാണ്. ഈ അധ്യാപികയ്ക്ക് അത് അറിയില്ല എന്ന് വേണം ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കുട്ടികൾക്ക് പൗരധർമ്മം പഠിപ്പിക്കേണ്ട അധ്യാപിക, ഭരണഘടന പരിചയപ്പെടുത്തി കൊടുക്കാൻ ബാധ്യതയുള്ള അധ്യാപിക ആണ് വാട്സപ്പ് വഴി സന്ദേശം അയച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ടീച്ചറുടെ നിലവാരം എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ടീച്ചർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കാരണം നൂതന സാങ്കേതിക വിദ്യയെക്കുറിച്ച് ടീച്ചർക്കൊരു പരിജ്ഞാനം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ കോമൺ സെൻസ് ഇല്ല. ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പങ്കുവെക്കപ്പെടും എന്നുള്ളൊരു ചിന്തയും ബോധമൊന്നും ഇല്ല. അന്തമില്ലാത്തൊരു ടീച്ചറാണെന്ന് മനസ്സിലായി. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, രാഷ്ട്രീയ ജാതി മതഭേദമന്യേ മാവേലി മന്നനെ വരവേൽക്കാൻ കേരളക്കര വരവേൽക്കുന്നൊരു ദിവസമാണ് ഓണം.
അവിടെ നമ്മൾ റിലീജിയസ് സിമ്പിൾസ്, കാസ്റ്റ് സിമ്പിൾസ് ഒന്നും നമ്മൾ വെക്കുന്നില്ല. അതൊക്കെ ചില മുസ്ലിം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പൂക്കളത്തിൻ്റെ നടുവിൽ തൃക്കാക്കരപ്പന വെക്കുന്നല്ലാതെ സാധാരണ പൂക്കളം ഇടുന്ന ഒരു സാധാരണ കുടുംബക്കാരൊക്കെ വളരെ സെക്യുലർ ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ആചാരമില്ല, സദ്യ ഇടുന്നു. ഒരു സമൃദ്ധിയുടെ സിമ്പിളും കൂടിയാണ്, പ്ലെനിറ്റ്യൂഡിൻ്റെ സിമ്പിൾ ഓഫ് പ്ലെനിറ്റ്യൂഡ്, സമൃദ്ധിയുടെ സിമ്പിളാണ്. വിളവെടുപ്പുത്സവമാണ്, സർവോപരി വിളവെടുപ്പുത്സവമാണ്. എല്ലാ വിളവുകളും കൂടി ഒരു വർഷം നമ്മൾ ഈ വർഷം ഈ കൊല്ലം മുഴുവൻ അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാം ആ കൊല്ലത്തെ വിളവുകളും എല്ലാം എടുത്ത് ആ വിളവെടുപ്പ് നമ്മൾ വെച്ച് ഭക്ഷണം സമൃദ്ധമായ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതാണ് ഈ തിരുവോണം. നിറപുത്തിരിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് തിരുവോണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ വളരെ വികലമായി കാണുക എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ കാഴ്ചപ്പാട് തന്നെ എത്രയും വികലമാണ്. അതിൽ നിന്ന് തന്നെ ടീച്ചർ ഒരു അധ്യാപികയാകാൻ യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ഒരു ടീച്ചറാണെന്ന് ബോധ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ അധ്യാപക നിയമനം PSCക്ക് വിടാത്തതിൻ്റെ തകരാറ് കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണഘടന പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കണം എല്ലാവർക്കും. അധ്യാപക വൃത്തിക്ക് വരുന്നവർക്ക് ഭരണഘടന ഒരു പേപ്പറായിട്ട് തന്നെ അത് ഒരു ടെസ്റ്റ് നടത്തണം. ഭരണഘടനയിലുള്ള അറിവ് പരിശോധിക്കണം. അതല്ലാത്ത ഒരു അധ്യാപകരാക്കി വെക്കരുത്. അത് അവരുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിക്കുന്നത്, ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിക്കുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല. ഇത്രയും ഇൻസിഡൻറ്റ് ഉണ്ടായത് ഒരു കണക്കിന് നല്ലതാണ്. കുറച്ചും കൂടി നമ്മൾ വിജിലൻ്റ് ആവുമല്ലോ. നമസ്കാരം.